ഹലോ ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൺവെർജൻസ് ടു IFRS എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. കൺവെർജൻസ് ടു IFRS എന്ന ഈ ചാപ്റ്ററിൽ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന ടോപ്പിക്കാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അഥവാ IFRS എന്ന ഈ ടോപ്പിക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് IFRS, അതേപോലെ IFRSൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, IFRS IC ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ IFRS അഡോപ്ഷൻ എന്താണ്, IFRS കൺവെർജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ SIC എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. അതേപോലെ പ്രോസസ് ഓഫ് സെറ്റിങ്സ് IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് IFRS. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRS are designed as a common global language for business affairs so that company accounts are understandable and comparable across international boundaries. ബിസിനസ് അഫയേഴ്സിൻ്റെ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് IFRS ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബിസിനസ് അഫയേഴ്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ അത് മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് IFRS ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും IFRS ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ കമ്പനികളുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ട്സും കമ്പയർ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് കമ്പനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിലുള്ള ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് IFRS ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ IFRS ആർ പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പനീസ് ദാറ്റ് ഹാവ് ഡീലിംഗ് ഇൻ സെവറൽ കൺട്രീസ്. ഒരുപാട് കൺട്രിയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളമാണ് IFRS ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കമ്പനി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓരോ രാജ്യത്തിൻ്റെയും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ആ കമ്പനിക്ക് വിവിധ രാജ്യങ്ങളിൽ ചെയ്യുന്ന ബിസിനസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനും മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പകരം എല്ലാ രാജ്യത്തും ഒരേപോലത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് കമ്പനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ അവിടെ വളരെ ഈസി ആയിട്ടും മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ MNCസിനെ സംബന്ധിച്ചിടത്തോളം, MNCs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ലേ, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം IFRS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IFRS ആർ പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ദി ഫ്രെയിം വർക്ക് അഡോപ്റ്റഡ് ബൈ ദി IASB. IFRS എന്ന് പറയുമ്പോൾ IASB അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ്, ഫ്രെയിം വർക്ക്, ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് IFRS. ദി ഓൾഡർ നെയിം ഓഫ് ദീസ് സ്റ്റാൻഡേർഡ്സ് വാസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇതിൻ്റെ IFRSൻ്റെ പഴയ പേരാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്ന് വെച്ചാൽ IASC ഇഷ്യൂ ചെയ്തിരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. 2001 IASB ആയി മാറിയപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ IFRS എന്ന പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. Thus, IFRS are accounting standards developed by IASB. അപ്പോൾ IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IASB ഡെവലപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, അഥവാ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡെവലപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ IASB ആർ നോൺ ആസ് IFRS. IASB ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ IFRS അഥവാ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ IFRSൻ്റെ ഒരു കൺസെപ്റ്റ്. The next features of IFRS.
ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് IFRSൻ്റെയും ഫീച്ചേഴ്സായിട്ട് വരിക. എങ്കിലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് IFRSൻ്റെ ഫീച്ചേഴ്സ്. IFRS ആർ ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ IASB. IFRS ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ഡെവലപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും IASB ആണ്. IASB ആണ് ഈ IFRS ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് പിന്നീട് IFRS ആയിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഒരുപാട് കൺട്രീസ് IFRS ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയും IFRSലേക്ക് കൺവെർജ് ചെയ്തു. നെക്സ്റ്റ്, ദീസ് ആർ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആൻഡ് നോട്ട് റൂൾ ബേസ്ഡ്. IFRS എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, നോട്ട് എ റൂൾ ബേസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദേ എൻഷുവർ ഹൈ ക്വാളിറ്റി ട്രാൻസ്പെറൻറ്റ് റിപ്പോർട്ടിംഗ് വിച്ച് ലീഡ്സ് ടു ഈസി കമ്പാരിസൺ. IFRS എന്ത് ഉറപ്പ് തരുന്നുണ്ട്? ഹൈ ക്വാളിറ്റി ട്രാൻസ്പെറൻറ്റ് റിപ്പോർട്ടിങ്, നല്ല സുതാര്യമായിട്ടുള്ള ക്വാളിറ്റി റിപ്പോർട്ടിംഗ് ആണ് ഈ IFRS എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈസി കമ്പാരിസൺ, ഈസി കമ്പാരിസൺ എന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാനും പിന്നെ അതേപോലെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും IFRS കൊണ്ട് സാധിക്കുന്നു. ദ നെക്സ്റ്റ് പോയിന്റ്, they are issued with the intention of applying these standards across the global on a consistent basis. അപ്പോൾ IFRS ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ലെവലിൽ എല്ലാ കമ്പനികളിലും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുമെന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ഈ IFRS ഇഷ്യൂ ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് IFRS. ഓക്കെ, നെക്സ്റ്റ് IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി IFRS IC എന്ന് ഷോർട്ടാക്കി വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് IFRS IC? IASBയുടെ ഇൻ്റർപ്രിട്ടേഷൻ ബോഡിയാണ് IFRS IC. അപ്പോൾ ഇതിൻ്റെ പഴയ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ IFRIC എന്നായിരുന്നു, അഥവാ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്നായിരുന്നു. ഇപ്പോൾ അത് എന്ത് ചെയ്തു? IFRS IC, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്നാക്കി മാറ്റി. This committee is responsible to review and solve certain accounting issues arising from IFRS currently in place and provide guidance on those issues. ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ഇഷ്യൂസ് അതിനെ സോൾവ് ചെയ്യുക, പുനഃപരിശോധന നടത്തുക എന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ ആ ഇഷ്യൂസിന് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയുടെ ചുമതല. അപ്പോൾ IFRSുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഷ്യൂസ് സോൾവ് ചെയ്യുക, അതിനെ റിവ്യൂ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കാനുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചിട്ട് അതിൻ്റെ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് പുറപ്പെടുവിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല. ഇൻ അതർ വേർഡ്സ്, കമ്മിറ്റി ഇഷ്യൂസ് ഇൻ്റർപ്രിട്ടേഷൻ കോൾഡ് IFRICs. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്മിറ്റി എന്ത് ചെയ്യും? ഇൻ്റർപ്രിട്ടേഷൻസ് ഇഷ്യൂ ചെയ്യും. ഈച്ച് IFRIC മസ്റ്റ് ദെൻ ബി അപ്രൂവ്ഡ് ബൈ IASB. ഓരോ ഇൻ്റർപ്രിട്ടേഷൻസും IASB നിർബന്ധമായിട്ടും അപ്രൂവ് ചെയ്യണം. ഇൻ്റർപ്രിട്ടേഷൻസ് പുറപ്പെടുവിക്കുമ്പോൾ അത് IASBയുടെ അപ്രൂവൽ കിട്ടിയിരിക്കണം. പിന്നെ പറയുന്നത് ഈ IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള 14 വോട്ടിംഗ് മെമ്പേഴ്സാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉള്ളത്. ഓക്കെ, സോ എന്താണ് IFRS IC എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് IFRS അഡോപ്ഷൻ ഓർ കൺവെർജൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് IFRS അഡോപ്ഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് IFRS കൺവെർജൻസ് എന്നുള്ളത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് IFRS അഡോപ്ഷൻ അല്ലെങ്കിൽ IFRS കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ, അതേപോലെ എന്തിനാണ് ഇന്ത്യ IFRSിലേക്ക് കൺവെർജ് ചെയ്തത്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതേപോലെ IFRSിലേക്ക് കൺവെർജ് ചെയ്തപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ നോക്കാം എന്താണ് IFRS അഡോപ്ഷൻ, അതേപോലെ IFRS കൺവെർജൻസ് എന്നാൽ. ഒരു രാജ്യത്തിന് IFRS ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മെത്തേഡാണുള്ളത്. ഒന്നിരിക്കെ ആ രാജ്യത്തിന് IFRS അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ IFRSലേക്ക് കൺവെർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു രാജ്യത്തിന് IFRS ഫോളോ ചെയ്യണമെങ്കിൽ 2 രീതിയിലേ പറ്റുള്ളൂ. ഒന്നിരിക്കെ IFRS അഡോപ്ഷൻ, അല്ലെങ്കിൽ IFRS കൺവെർജൻസ്. IFRS അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് ഇറ്റ് ഈസ്. എന്താണോ IFRS അത് തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഒരു മാറ്റവും വരുത്താതെ, ഈ IFRSൽ ഒരു മാറ്റവും വരുത്താതെ എന്താണോ IFRS അതന്നെ ഫോളോ ചെയ്യുന്നതിനെയാണ് IFRS അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺട്രിക്ക് IFRS ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, IFRSലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്താണോ IFRSൽ പറഞ്ഞിട്ടുള്ളത് അത് മൊത്തം എടുക്കുക, ഒരു മാറ്റം വരുത്താത്തത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് IFRS അഡോപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ IFRS കൺവെർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എ കൺട്രി കൺവെർജ്ഡ് വിത്ത് IFRS. അപ്പോൾ IFRS കൺവെർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IFRSുമായിട്ട് കൺവെർജ് ചെയ്യുക. കൺവെർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതേപോലെ IFRSൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫോളോ ചെയ്യുന്നതിനെയാണ് IFRS കൺവെർജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ IFRSലേക്ക് കൺവെർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൺവെർജ് ചെയ്തപ്പോൾ ഇന്ത്യയുടേതായിട്ടുള്ള നിയമങ്ങൾക്കനുസൃതമായിട്ട്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ടാകും അല്ലേ. സെബി ഗൈഡ്ലൈൻസ് ഉണ്ട്, കമ്പനീസ് ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, അതേപോലെ ഒരുപാട് നിയമങ്ങൾ ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ നമ്മൾ IFRSലേക്ക് മാറുമ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ നോക്കിയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് IFRS ഫോളോ ചെയ്യുന്നതിനെയാണ് IFRS കൺവെർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? IFRS അഡോപ്ഷൻ എന്താണ്, IFRS കൺവെർജൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ IFRS കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മോർ ഓർ ലെസ് ഇൻ ലൈൻ വിത്ത് ദി IFRS. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തുമായിട്ട്, IFRSുമായിട്ട് ഏകദേശം അതൊക്കെ തന്നെയാണ്, ഓൾമോസ്റ്റ് എന്താണ് IFRSലുള്ളത് പോലെ തന്നെ, പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, ഇൻ ഷോർട്ട് കൺവെർജൻസ് മീൻസ് അച്ചീവിങ് ഹാർമണി വിത്ത് IFRS. ഓക്കെ, അപ്പോൾ IFRS അഡോപ്ഷൻ എന്താണെന്നും IFRS കൺവെർജൻസ് എന്താണെന്നും ക്ലിയറായി. IFRS അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ IFRS അത് തന്നെ ഫോളോ ചെയ്യുക, ഒരു മാറ്റം വരുത്തരുത്. എന്നാൽ IFRS കൺവെർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫോളോ ചെയ്യുന്നതിനെയാണ് IFRS കൺവെർജൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺവെർജ്ഡ് വിത്ത് IFRS ആർ നോൺ ആസ് ഇന്ത്യസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ത്യ IFRSലേക്ക് കൺവെർജ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്ത മെത്തേഡ് ഏതാണ്, IFRS കൺവെർജൻസ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തിലേക്ക് മാറി, IFRSലേക്ക് കൺവെർജ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പേര് വിളിച്ചു, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഷോർട്ടാക്കിയിട്ട് INDAS എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IFRSലേക്ക് കൺവെർജ് ചെയ്തപ്പോൾ എന്ത് പേര് വിളിച്ചു, INDAS എന്നുള്ള പേര് വിളിച്ചു. അപ്പോൾ എന്താണ് INDAS എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. 35 Indian accounting standards converged with IFRS were notified by the Ministry of Corporate Affairs on 25th February 2011. 35ഓളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IFRSലേക്ക് കൺവെർജ് ചെയ്തിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് 2011 ഫെബ്രുവരി 25 ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു കാര്യം നിർബന്ധമായിട്ടും പഠിക്കണം, IFRS അഡോപ്ഷനും IFRS കൺവെർജൻസും. ഓക്കെ, നെക്സ്റ്റ് നീഡ് ഫോർ IFRS കൺവെർജൻസ്. നമ്മൾ പറഞ്ഞു ഇന്ത്യ IFRSലേക്ക് കൺവെർജ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തിനാണ് IFRSലേക്ക് കൺവെർജ് ചെയ്തത്, അതിൻ്റെ ആവശ്യം എന്താണ്? ഫസ്റ്റ്, ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ. 21ാം നൂറ്റാണ്ടിലെ ഒരു ഫിനോമിനയാണ് ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ എന്നുള്ളത് അല്ലേ. ഗ്ലോബലൈസേഷൻ, വേൾഡ് ആസ് എ വില്ലേജ് എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകത വന്നു അല്ലേ. ഇപ്പോൾ ഒരു കമ്പനിക്ക് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യം വന്നു അല്ലേ. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനി വേറെ പല രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചെയ്യുന്ന ബിസിനസ്സിന് ഒരു രീതിയിൽ അക്കൗണ്ട് ചെയ്യേണ്ടി വരും അല്ലേ. മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന ബിസിനസ്സിന് ആ രാജ്യത്തിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ലോകത്ത് എല്ലായിടത്തും എല്ലാ സ്ഥലത്തേക്കും വേണ്ടിയിട്ട് ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന സ്ഥിതിക്ക് ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്യാപിറ്റൽ ഫോർമേഷനും ക്യാപിറ്റൽ ഫ്ലോയ്ക്കും പങ്കുവഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള കമ്പനി ലോകത്തിൻ്റെ പല ഭാഗത്തും ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, പല രാജ്യങ്ങളിലേക്കും പോകുന്നു. അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ അവിടുത്തെ ക്യാപിറ്റൽ എവിടേക്ക് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ത് ചെയ്യും, അത് സഹായിക്കും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് കമ്പാരിസൺ ചെയ്യാനും സാധിക്കും. ഇതാണ് മെയിനായിട്ടും IFRSലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത. നെക്സ്റ്റ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, MNCs എന്ന് പറയും. എന്താണ് MNCs എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്പനി ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ മൾട്ടിനാഷണൽ കമ്പനി എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്നതോട് കൂടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ ഒരുപാട് വർദ്ധിച്ചു. കാരണം എന്താണ്, ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനൊക്കെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെച്ചിട്ട് ഒരുപാട് MNCs ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ MNCs ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു റീസണാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ബെനിഫിറ്റ് IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ടുള്ള ഏറ്റവും ബെനിഫിറ്റ് ആർക്കാണ്, ഈ MNCസിനാണ്. ഓക്കെ, നെക്സ്റ്റ്, അക്കൗണ്ടിങ് പ്രൊഫഷൻ. IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് എല്ലാ കൺട്രിയിലും ഒരേ രീതിയിലാണ് അക്കൗണ്ട് ചെയ്യുക അല്ലേ. IFRS ഫോളോ ചെയ്യുന്ന കൺട്രിയിലൊക്കെ ഒരു രീതിയിലാണ് അക്കൗണ്ട് ചെയ്യുക. അപ്പോൾ അത് അക്കൗണ്ടിങ് പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്യും. അക്കൗണ്ടിങ് ജോബ് കൂടുതൽ പേർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ IFRS കൺവേർട്ട് ചെയ്തതിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ്. നെക്സ്റ്റ്, ഗവൺമെൻറ് ആൻഡ് റവന്യൂ അതോറിറ്റീസ്. IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഗവൺമെൻറ് ആൻഡ് റവന്യൂ അതോറിറ്റീസിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനൊക്കെ അത് എളുപ്പം സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ നീഡ് ഫോർ IFRS കൺവെർജൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബെനിഫിറ്റ് ഓഫ് അഡോപ്റ്റിംഗ് IFRS. ഇപ്പോൾ ഈ IFRS അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ ബെനിഫിറ്റ്സ് പറയുമ്പോൾ ഓരോന്നും ഓരോ ഇതിനായിട്ടാണ് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബെനിഫിറ്റ് ടു എക്കണോമിക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത്, അതേപോലെ ബെനിഫിറ്റ് ടു ഇൻവെസ്റ്റേഴ്സ്, ദെൻ ബെനിഫിറ്റ് ടു ഇൻഡസ്ട്രി, ബെനിഫിറ്റ് ടു അക്കൗണ്ടിങ് പ്രൊഫഷണൽസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ബെനിഫിറ്റ് ടു ടാക്സ് അതോറിറ്റീസ് ആൻഡ് റിസർച്ചേഴ്സ്. അപ്പോൾ ഓരോന്നിനുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ബെനിഫിറ്റ് ടു എക്കണോമി. IFRSലേക്ക് കൺവെർജ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഇൻ്റർനാഷണൽ ബിസിനസ് ഇൻക്രീസ് ചെയ്യും അല്ലേ, ഗ്ലോബൽ ബിസിനസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഒരു എക്കണോമിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക? ഈ ഇൻ്റർനാഷണൽ ബിസിനസ് വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് രാജ്യത്തേക്ക് ക്യാപിറ്റൽ ഫോർമേഷന് വരും അല്ലേ. അപ്പോൾ ലോവർ കോസ്റ്റിൽ ക്യാപിറ്റൽ ഒരു രാജ്യത്തേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇന്ത്യ IFRS കൺവെർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് മറ്റുള്ള രാജ്യത്തുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്, മറ്റുള്ള രാജ്യത്തെ ക്യാപിറ്റൽ ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ എക്കണോമിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. നെക്സ്റ്റ്, ബെനിഫിറ്റ് ടു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? ഇപ്പോൾ IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് എല്ലായിടത്തും ഒരേ
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരേ രീതിയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാകും. പിന്നെ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. അവർക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനും അത് കണ്ടെത്താനൊക്കെ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിക്ക് എന്ത് ബെനിഫിറ്റാണ് IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് കിട്ടുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ രാജ്യത്തേക്ക് കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. അത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ സഹായിക്കും. അപ്പോൾ ഇതുമൂലം കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് ക്യാപിറ്റൽ ഫോർമേഷന് കൂടുതൽ വരികയാണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. നെക്സ്റ്റ്, ബെനിഫിറ്റ് ടു അക്കൗണ്ടിങ് പ്രൊഫഷണൽസ്. അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഈ ഗ്ലോബൽ ലെവലിൽ ഒരേപോലത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആകുമ്പോൾ IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ എക്സ്പോഷർ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം, അക്കൗണ്ടിങ് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റാണ്. നെക്സ്റ്റ്, ബെനിഫിറ്റ് ടു ടാക്സ് അതോറിറ്റീസ് ആൻഡ് റിസർച്ചേഴ്സ്. IFRS ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു യൂണിഫോമിറ്റി, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ടാക്സ് അതോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കി ഈസി ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യാനോ ആ ടാക്സ് എമൗണ്ട് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആഗോളതലത്തിലുള്ള ബിസിനസ്സിനെ മനസ്സിലാക്കാനും അക്കൗണ്ടിങ്ങിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് അഡോപ്റ്റിംഗ് IFRSൻ്റെ ആ പോയിന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനിയും IFRSുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. IFRS എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ്, അതേപോലെ ഫ്രെയിം വർക്ക് ഓഫ് IFRS ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.